കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് കേരള PSC പരീക്ഷയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ഓഡിറ്റിങ്ങിൻ്റെ 10ാമത്തെ മൊഡ്യൂൾ 10 മാർക്കിനുള്ള 7ാമത്തെ പാർട്ടുമായി ബന്ധപ്പെട്ട, അതായത് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ സീരീസ് ക്വസ്റ്റ്യനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. UGC നെറ്റിനും CA ഇന്റർ പരീക്ഷയ്ക്കും കേരള PSCയുടെ കൊമേഴ്സ് ബേസ്ഡ് പരീക്ഷയ്ക്കും ചോദിച്ച PYQ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അല്ലാത്തവയുണ്ട്. റെലവൻറ്റ് തോന്നുന്ന അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൗച്ചിങ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് വെരിഫൈയിങ്. കേരള PSCയുടെ ക്വസ്റ്റ്യൻ കൂടിയാണിത്. എന്താണ് വൗച്ചിങ് കൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്ക് ആദ്യമേ പറയാം. വൗച്ചിങ് എന്നത് ഡോക്യുമെൻ്ററി എവിഡൻസുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് ഒത്തു നോക്കിയിട്ട് അത് ശരിയാണോ, അതിലെന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ, അതിൻ്റെ ഡേറ്റ്, എമൗണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൗച്ചിങ് എന്ന് പറയുക. വൗച്ചറുമായിട്ട് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് വൗച്ചിങ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആ അസറ്റ് അവിടെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു. മാത്രമല്ല അതിൻ്റെ വാല്യുവേഷനും അതിനത്തെ കാര്യങ്ങളും വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരും. ഇവിടെ വൗച്ചിങ്ങിൻ്റെ പ്രൈമറി ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചത്. എന്ത് വെരിഫൈ ചെയ്യലാണ്? അസറ്റ് ആൻഡ് ലയബിലിറ്റി അല്ല, അത് വെരിഫിക്കേഷൻ്റെ ഭാഗമാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ശരിയായ ആൻസർ. കാരണം ഡോക്യുമെൻ്ററി എവിഡൻസ്, ഇപ്പോൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെസിപ്റ്റ്, പേയ്മെൻറ്റ്, വൗച്ചറുകൾ ഉണ്ടാവും. അതിനെയാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയാം. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കും കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷനും ഒന്നുമല്ല എൻ്റെ ആൻസർ. ബി ഓപ്ഷൻ ആയിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത്. CA ഇന്റർന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫിക്കേഷൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് എക്സാമിനിങ് വൗച്ചേഴ്സ് അല്ല, അത് വൗച്ചിങ് ആണ്. എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ശരിയായ ആൻസർ അത് തന്നെയാണ്. അതിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസും അതിൻ്റെ ഓണർഷിപ്പ്, ഇതിൻ്റെ ഓണർ ഈ പറയുന്ന ടീം തന്നെയല്ലേ, അതിൻ്റെ വാല്യുവേഷൻ ഓക്കെ അല്ലേ, പെർഫെക്റ്റ് അല്ലേ എന്നതൊക്കെയാണ് വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം, ലെഡ്ജറിൽ പോസ്റ്റിംഗ് ഒന്നുമല്ല ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് വൗച്ചിങ്. വൗച്ചിങ് അല്ലാത്തത് എന്താ? ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ടൈപ്പ് ഓഫ് വൗച്ചിങ് ഉണ്ട്. അതിൽ ഒന്ന് റുട്ടീൻ വൗച്ചിങ് ആയിരുന്നു. അത് ഡേ ടു ഡേ ചെക്കിങ്ങിനാണ് റുട്ടീൻ വൗച്ചിങ്. റെഗുലർ ചെക്കിങ്ങിനാണ് റുട്ടീൻ വൗച്ചിങ് എന്ന് പറയാം. ക്യാഷ് ട്രാൻസാക്ഷൻ വൗച്ചിങ് മറ്റൊരു ടൈപ്പാണ്. അത് ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഒക്കെയാണ് അതിൽ വരിക. വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽ, പർച്ചേസ് എന്നതൊക്കെയായിരിക്കും ട്രേഡിംഗ് ട്രാൻസാക്ഷൻ വൗച്ചിങ്ങിൽ വരിക. വൗച്ചിങ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, അങ്ങനെ ഒരു വൗച്ചിങ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. 4, വൗച്ചിങ് ഓഫ് പർച്ചേസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ചെക്കിംഗ്. UGC നെറ്റ് കൊമേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. വൗച്ചിങ് ഓഫ് പർച്ചേസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ്, പർച്ചേസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് എന്തായിരിക്കും, ഡോക്യുമെൻ്ററി എവിഡൻസ് എന്തൊക്കെയായിരിക്കും, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുക. അത് തീർച്ചയായിട്ടും പർച്ചേസ് ആയതുകൊണ്ട് തന്നെ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ടാവും, പർച്ചേസ് ബില്ല് ഉണ്ടാവും. അപ്പോൾ അത് ശരിയാണ്, അതൊരു ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ഉണ്ടാവുക സെയിൽസ് ഓർഡർ ആണ്. സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്ത ആള് എന്തെല്ലാം സെയിൽ ചെയ്തത്, അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ അനുസരിച്ചായിരിക്കുമല്ലോ. നമ്മളെന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് ഒരു സപ്ലയർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് അവർ സെയിൽസ് ഓർഡർ തരും നമുക്ക്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പർച്ചേസ് ഇൻവോയ്സും കിട്ടും. സെയിൽസ് ഓർഡറിൽ എന്താ ഉണ്ടാവുക? അതിൽ എണ്ണ എത്ര ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിൻ്റെ പ്രൈസ് എത്ര എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ സെയിൽസ് ഓർഡറും ഒരു ബാക്കപ്പ് ഡോക്യുമെൻ്റ് ആണ് എന്തിൻ്റെ? പർച്ചേസിങ്ങിൻ്റെ. പർച്ചേസിൻ്റെ വൗച്ചിങ്ങിന് എന്ത് ഉപയോഗിക്കും? സെയിൽസ് ഓർഡർ പരിശോധിക്കും, ഡെലിവറി ചെലാനും പരിശോധിക്കും. കാരണം ഡെലിവറി ചെലാൻ എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ആകുമ്പോൾ കിട്ടുന്ന അത് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ആൾ ഓഫ് ദി അബോവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി വിച്ച് ഈസ് നോൺ ആസ് ദി ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ക്ലാസ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക് ബോൺ ചോദിക്കാറുണ്ട്. കേരള PSCൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ അല്ല, ഇന്റേണൽ ചെക്ക് അല്ല, വൗച്ചിങ്ങിനെയാണ് ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് എന്നറിയപ്പെടുക. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ, എ പേയ്മെൻറ്റ് വൗച്ചർ
ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ. പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ്യർ പേയ്മെൻറ്റ് നൽകുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് വൗച്ചർ ഉണ്ടാവും. അതൊരു സപ്പോർട്ടഡ് ഡോക്യുമെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ഒന്ന് എന്താ പറയുക, ബാങ്ക് പാസ്ബുക്ക് അതിൻ്റെ ഭാഗമല്ല. റെസിപ്റ്റ് ഫ്രം പേയി, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പേയ്മെൻറ്റ് നൽകുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ വൗച്ചർ കീപ്പ് ചെയ്തു, ഇത്ര രൂപ ഇന്ന ടീമിന് ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് വൗച്ചർ എഴുതി സൂക്ഷിക്കും. ആ കൂടെ തന്നെ ആ പേയ്മെൻറ്റ് കിട്ടിയ ആൾ എന്ത് ചെയ്യും, ഇത്ര രൂപ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് തരും. അതാണ് റെസിപ്റ്റ് ഫ്രം പേയി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു ഡോക്യുമെൻ്റ് ആണ്. ഏത് കേസിൽ പേയ്മെൻറ്റ് വൗച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഡോക്യുമെൻ്റ് ആണ്, മെമ്മോറാണ്ടം ജനറൽ എൻട്രി ഒന്നും അല്ല. അപ്പോൾ ബി ഓപ്ഷനാണ് ശരിയായ ആൻസർ. 7. വെരിഫിക്കേഷൻ. ദ ഓഡിറ്റർ മസ്റ്റ് കൺഫേം ക്യാഷ് അറ്റ് ബാങ്ക് ത്രൂ. എങ്ങനെയാണ് ഇൻ വെരിഫിക്കേഷൻ ദ ഓഡിറ്റർ മസ്റ്റ് കൺഫേം ക്യാഷ് അറ്റ് ബാങ്ക്? ഒരു വെരിഫിക്കേഷൻ സമയത്ത് ഓഡിറ്റർ എങ്ങനെയാണ് ക്യാഷ് ബാങ്കിലാണെന്നത് കൺഫേം ചെയ്യുക? തീർച്ചയായിട്ടും ക്യാഷ് ബുക്ക് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ക്യാഷ് ബാലൻസും ബാങ്കിലെ ക്യാഷ് ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസ് തമ്മിൽ എന്തുണ്ടാവും, അന്തരം ഉണ്ടാകും. ബാങ്ക് റീകൺസിലേഷൻ ആ അന്തരം കുറക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. അതും ആൻസർ അല്ല. ബാങ്ക് കൺഫർമേഷൻ ലെറ്റർ, ബാങ്കുമായി കോൺടാക്ട് ചെയ്താൽ ബാങ്ക് ലെറ്റർ അടിച്ചു തരും, ബാങ്ക് കൺഫർമേഷൻ ലെറ്റർ. അത് വെച്ചിട്ട് ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫർമേഷൻ ക്യാഷ് അറ്റ് ബാങ്ക് ചെയ്യാൻ പറ്റും. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ബാങ്കുമായി കോൺടാക്ട് ചെയ്തിട്ട് ഓഡിറ്റർ ഇത്തരം ഡോക്യുമെന്റ് കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡോക്യുമെന്റ് പ്രൊവൈഡ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്? ലാൻഡിന്റെ ഉടമസ്ഥത തെളിയിക്കാൻ ആവശ്യമായ താഴെ പറയുന്ന ഡോക്യുമെന്റിൽ ഏതാണ്? അത് ടൈറ്റിൽ ഡീഡ് ആണ്. ഒരിക്കലും എന്തല്ല, സെയിൽസ് ഇൻവോയ്സ് അല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, റെന്റ് റെസിപ്റ്റും അല്ല. അപ്പോൾ ശരിയായ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, ടൈറ്റിൽ ഡീഡ്. നെക്സ്റ്റ്, വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി പ്രൈമറിലി ഇൻവോൾവ്. ഇൻവെൻട്രി വെരിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് എന്താ ഉൾപ്പെടുക? നമുക്കറിയാം വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വെരിഫിക്കേഷന് ഇയർ എൻഡിൽ നടത്താറുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വെരിഫിക്കേഷൻ്റെ ഒരു ഇനം ഇൻവെൻട്രി ആയിരിക്കും. സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയാറുണ്ടല്ലോ, അത് കേരള പി എസ് സി വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വെരിഫിക്കേഷൻ ഇൻവെൻട്രി പ്രൈമറി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അത് ചെക്കിങ് പർച്ചേസ് വൗച്ചേഴ്സ് അല്ല, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഫിസിക്കലി കൗണ്ടിങ് ആൻഡ് വാല്യൂയിങ് ആണ്. എത്ര രൂപേൻ്റെ സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിസിക്കലി കൗണ്ട് ചെയ്യും, അതിൻ്റെ വാല്യുവേഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ ശരി ആൻസർ ഫിസിക്കൽ കൗണ്ടിങ് ആൻഡ് വാല്യുവേഷൻ ആണ്, ബി ഓപ്ഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യന്, റുട്ടീൻ വൗച്ചിങ് റെഫേഴ്സ് ടു. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, പിന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റുട്ടീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെഗുലർ ആണ്, ഡേ ടു ഡേ ആണ്. അപ്പോൾ നോക്കാം ഓപ്ഷൻസ്. എക്സാമിനിങ് ഓഫ് ഇയർ എൻഡ് ട്രാൻസാക്ഷൻ അല്ല, ചെക്കിംഗ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ശരിയ ആൻസർ ആണ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ അസറ്റ് വൗച്ചിങ് അല്ല, വെരിഫിക്കേഷൻ ആണ്. വാല്യുവേഷൻ ലാബിലിറ്റീസും വെരിഫിക്കേഷൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, യുജിസി നെറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ഈസ് ടു. വൗച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? തീർച്ചയായിട്ടും ഒരു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ് തന്നെയാണ്, അല്ലാതെ വാല്യൂ ഓഫ് അസറ്റ് വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല, വാല്യുവേഷൻ്റെ ആണ്. പ്രിപ്പയർ ആൻഡ് വെരിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് ആണത്. പ്രിപ്പയർ ട്രയൽ ബാലൻസ് അല്ല, പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല. വൗച്ചിങ്ങിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്? ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. കാരണം ഡോക്യുമെൻ്ററി എവിഡൻസുമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തട്ടിച്ച് നോക്കുകയാണ്, അതിൽ പറഞ്ഞ എമൗണ്ട് തന്നെ അല്ലേ, ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ അല്ലേ, ഈ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ അല്ലേ എന്നൊക്കെ. പിന്നെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് നമ്മൾ പറഞ്ഞു. 12th ക്വസ്റ്റ്യൻ ആണ്. വെരിഫിക്കേഷൻ ഡിഫേഴ്സ് ഫ്രം വൗച്ചിങ് ഇൻ ദാറ്റ്. വെരിഫിക്കേഷൻ ഡിഫർ ഫ്രം വൗച്ചിങ്. എന്താണ് വെരിഫിക്കേഷൻ വൗച്ചിങ് ഡിഫറൻസ്? നമ്മൾ ആ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെരിഫിക്കേഷൻ ഈസ് ഡൺ ഓൺലി ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ? അല്ല, അത് ക്യാഷ് എന്നല്ല, അത് അസറ്റ് ലയബിലിറ്റി എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. വെരിഫിക്കേഷൻ ഇൻക്ലൂഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെയാണ്. വൗച്ചിങ് ഡീൽസ് വിത്ത് ഓണർഷിപ്പ് അല്ല വൗച്ചിങ് ഡീൽ ചെയ്യുന്നത്, അത് ചെക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് വൗച്ചിങ് കൊണ്ട്. വെരിഫിക്കേഷൻ ചെക്സ് ഓതറൈസേഷൻ. വെരിഫിക്കേഷൻ ഓതറൈസേഷൻ ചെക്ക് ചെയ്യലല്ല, അത് സപ്പോർട്ട് ഡോക്യുമെൻറ്റുകളുമായിട്ട്
അത് തട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യന് വെരിഫിക്കേഷൻ വൗച്ചിങ് ആയിട്ട് ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് വെരിഫിക്കേഷനിൽ എന്ത് വരുന്നുണ്ട്? ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, അപ്പുറത്തത് വരുന്നില്ല. നെക്സ്റ്റ്, എ മിസ്സിംഗ് വൗച്ചർ ഈസ് വൗച്ചിങ് കുഡ് ഇൻഡിക്കേറ്റ്. ഒരു മിസ്സിംഗ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വൗച്ചർ ഇടയിൽ മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്, അത് എന്തിനുള്ള സൂചനയാണ്? ക്ലറിക്കൽ എറർ ആവില്ല അത് ഫ്രോഡിനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട്. പോസിബിൾ ഫ്രോഡ്, ഡിലേ ഇൻ പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഡിലേ അല്ലല്ലോ, മിസ്സിംഗ് അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രിയോ അല്ല, ഡ്യൂപ്ലിക്കേറ്റും അല്ല, ഒരു എൻട്രി ഒരു എന്തില്ല, ഡോക്യുമെൻ്റ് ഇല്ല, മിസ്സിംഗ് ആണ്. വെരിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വേഴ്സ്. എന്തിനാണ് വെരിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്? ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയറിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. പിന്നെ കൺഫർമേഷൻ ഫ്രം ഇൻവെസ്റ്റീഡ് കമ്പനി, ഇപ്പോൾ ഒരു എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് പോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അവർ നൽകുന്ന ഒരു കൺഫർമേഷൻ ലെറ്റർ. അപ്പോൾ ഇതെല്ലാം ഓൾ ഓഫ് ദി എബോവ് ഒക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഡോക്യുമെൻറ്റുകളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഫോർ സാലറി പേയ്മെൻറ്റ്. സാലറിയുമായി ബന്ധപ്പെട്ട സപ്പോർട്ടഡ് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ്? കേരള PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഡൻസ് രജിസ്റ്റർ തീർച്ചയായിട്ടും സാലറി പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, കാരണം എത്ര അറ്റൻഡൻസ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും സാലറി വരിക. വെയ്ജ് ഷീറ്റ്, വെയ്ജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് വെയ്ജ് ഷീറ്റ്. പേ സ്ലിപ്പ്, സാലറിയുമായി ബന്ധപ്പെട്ട സ്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ്, ഡി ഓപ്ഷനായ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. 16, ഹു ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് ആരാണ് പ്രിപ്പയർ ചെയ്യാം? തീർച്ചയായിട്ടും അക്കൗണ്ടിങ് സെഷൻ ആയിരിക്കും, അത് ഓഡിറ്ററോ അല്ല, ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ആളാണ്, അക്കൗണ്ടൻ്റ് ആണ് ശരിയായ ആൻസർ. മാനേജ്മെൻറ്റോ ഇൻറ്റേർണൽ ഓഡിറ്ററോ അല്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവോൾവ്സ് ചെക്കിംഗ്. വെരിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവോൾവ്സ് ചെക്കിംഗ്. FDൻ്റെ കേസിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ബാങ്ക് പാസ്ബുക്ക് നോക്കിയിട്ട് വേണ്ടത്ര ഐഡിയ കിട്ടൂല. FDൻ്റെ കേസിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കേസിൽ ബാങ്ക് എന്ത് ഇഷ്യൂ ചെയ്യാറുണ്ട്? FDR എന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ FD ആണെന്ന് പറഞ്ഞാൽ അതിനുള്ള ആ എമൗണ്ടിലെ FDR ആരുടെ കയ്യിലുണ്ടാവും? ഈ പറഞ്ഞ ക്ലയൻറ്റ് കയ്യിലുണ്ടാവും. പിന്നെ ക്യാഷ് ബുക്കിൽ അടിച്ചതോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പോയിന്റ് എന്താണെന്ന് വെച്ചത് UGC നെറ്റ് കൊമേഴ്സുമായി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഡൺ ഓൺലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. തെറ്റാണ്. വെരിഫിക്കേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നടത്താറ്. ഇറ്റ് എൻഷ്യൂർ പ്രോപ്പർ വാല്യൂഷൻ ഓഫ് അസെറ്റ്. തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ ഫിസിക്കലി വെരിഫൈ ചെയ്യുക മാത്രമല്ല, ഫിസിക്കലി ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തൽ മാത്രമല്ല, അതിൻ്റെ വാല്യൂഷനും കൂടി അതിൻ്റെ ഭാഗമാണ്. ഇറ്റ് റിപ്ലേസ് വൗച്ചിങ്, ഒരിക്കലും അല്ല. ഇറ്റ് ഇസ് നോട്ട് നെസസറി, അങ്ങനെ പറയാനും പറ്റില്ല. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഈസ് ഡൺ വിത്ത് റെഫറൻസ് ടു. വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ഈസ് ഡൺ വിത്ത് റെഫറൻസ് ടു. ക്യാഷ് ട്രാൻസാക്ഷൻ വൗച്ച് ചെയ്യുന്നെങ്കിൽ എന്താണ്, എന്തിൻ്റെ ബേസിലാണ്, ഏത് ഡോക്യുമെൻ്റ് ബേസിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, കാരണം എല്ലാ ട്രാൻസാക്ഷൻ ബാങ്ക് വഴി ആവില്ലല്ലോ, അപ്പോൾ അത് മതിയാവില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വൗച്ചേഴ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും, ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് വൗച്ചറും ഉണ്ടാവും. ആ വൗച്ചറുകളാണ് എന്ത് ചെയ്യാം? ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരിക. ബി ഓപ്ഷനാണ് ശരി ആൻസർ. 20, ഇൻ വെരിഫിക്കേഷൻ കൺഫർമേഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഈസ് ഒബ്റ്റൈൻഡ് ടു ചെക്ക്. വെരിഫിക്കേഷനിൽ കൺഫർമേഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഈസ് ഒബ്റ്റൈൻഡ് ടു ചെക്ക്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കൺഫർമേഷൻ ആണ് കിട്ടുക? എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഓൺഷിപ്പുമായി ബന്ധപ്പെട്ടാണോ? അല്ല. വാല്യുവേഷനുമായി ബന്ധപ്പെട്ടതും അല്ല. എക്സിസ്റ്റൻസ് ആൻഡ് ആക്യുറസി, അങ്ങനെ ഒരു ഡെപ്റ്റ് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. അത് ശരിയാണോ, അല്ലെങ്കിൽ സൂചിപ്പിച്ച എമൗണ്ട് തന്നെയാണോ എന്ന് ആരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ആരെ കൊണ്ട് കൺഫേം ചെയ്യിപ്പിക്കാം? അത് തരാനുള്ള ആളായ ഡെപ്റ്ററെ കൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21th ക്വസ്റ്റ്യൻ ആണ്, എ ഫോർജ്ഡ് ഇൻവോയ്സ് ഡിറ്റക്റ്റഡ് ഡ്യൂറിങ് വൗച്ചിങ് ഇൻഡിക്കേറ്റ്. ഫോർജറി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി ഉണ്ടാക്കിയ ഇൻവോയ്സ് ആണ്, അങ്ങനെ ഒരു ബില്ലേ ഇല്ല.
ആരോ പേരിൽ ഒരു എമൗണ്ട് വെച്ചൊരു വലിയൊരു ബില്ല് ഉണ്ടാക്കിയത് തന്നെയാണ് ഫോർജറി ഇൻവോയ്സ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിന് സൂചനയാണ്? തീർച്ചയായിട്ടും അത് ഒമിഷനൊന്നുമല്ല, അത് മിസ്പോസ്റ്റിങ്ങും അല്ല, അത് അറിയാതെ സംഭവിച്ചതാവില്ല, അതൊരു എററും അല്ല, അത് ശരിക്കും എന്താണ്? ഫ്രോഡാണ്. ബി ഓപ്ഷനാണത്. 22nd വൗച്ചിങ് ഹെൽപ്പ് ഇൻ എൻഷുറിങ് PYQ കേരള PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൗച്ചിങ് ഹെൽപ്സ് ഇൻ എൻഷുറിങ് കറക്റ്റ്നെസ് ഓഫ് റെക്കോർഡാണോ, അല്ലെങ്കിൽ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡാണോ, പ്രോപ്പർ പ്രസൻറ്റേഷൻ ഇൻ ബാലൻസ് ഷീറ്റോ, ഫിസിക്കൽ എക്സിസ്റ്റൻസോ? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഏതായാലും അല്ല, കാരണം അത് വെരിഫിക്കേഷനാണ് ചെയ്യാൻ. പിന്നെ ആദ്യം 3 ശരിയായ ആൻസർ എന്ത് തന്നെയായിരിക്കും? കംപ്ലീറ്റ്നെസ് ഓഫ് റെക്കോർഡാണ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഓരോ വൗച്ചർ എടുത്ത് നോക്കിയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ, അത് എമൗണ്ട് ശരി തന്നെയാണോ എന്നൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ്? അത് പൂർണ്ണ തോതിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. വെരിഫിക്കേഷൻ ഓഫ് മെഷീനറി ഇൻക്ലൂഷൻ, ഒരു മെഷീൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് എന്തെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും? ഫിസിക്കൽ ഇൻസ്പെക്ഷൻ, തീർച്ചയായിട്ടും അത് ശരിയാണ്. ചെക്കിങ് പർച്ചേസ് ഇൻവോയ്സ് കാരണം മെഷീൻ വാങ്ങിയ ബില്ല് അത് ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്കിങ് ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ, തീർച്ചയായിട്ടും ആ മെഷീന് വർഷാവർഷം എത്രയാണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്, അത്തരം വാല്യുവേഷൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ്, ദ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ വെരിഫിക്കേഷൻ ഈസ് ടു എൻഷ്യൂർ ദാറ്റ് അസെറ്റ്സ് ആർ. ഓഡിറ്റർ ഡ്യൂട്ടി ഇൻ വെരിഫിക്കേഷൻ ഈസ് ടു എൻഷ്യൂർ ദാറ്റ് അസെറ്റ് എന്താണ് അയാൾ ഉറപ്പുവരുത്തേണ്ട? ഓഡിറ്റർ ഓവർ സ്റ്റേറ്റഡ് ആണോ അണ്ടർ സ്റ്റേറ്റഡ് ആണെന്നാണോ? അല്ല, പ്രോപ്പർലി വാല്യൂഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്, കറക്റ്റായിട്ട് വാല്യൂഷൻ നടത്തിയിട്ടില്ലേ എന്നും അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ആക്കിയിട്ടില്ലേ എന്നാണ് ഉറപ്പുവരുത്തേണ്ടത്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ ഡോക്യുമെൻ്റ് യൂസ്ഡ് ഇൻ വൗച്ചിങ്? ക്യാഷ് റെസിപ്റ്റുമായി ബന്ധപ്പെട്ട നോട്ട് എ ഡോക്യുമെൻ്റ് യൂസ്ഡ് ഇൻ വൗച്ചിങ്. ക്യാഷ് റെസിപ്റ്റ് നോട്ടാണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റുമായി ബന്ധപ്പെല്ലാത്ത ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പാണ്. തീർച്ചയായും ക്യാഷുമായി ബന്ധപ്പെട്ടാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ലിപ്പ്. സെയിൽസ് ഇൻവോയ്സ്, സെയിൽസ് ചെയ്താൽ എന്താവും? ക്യാഷ് വന്നിട്ടുണ്ടാവും, അത് ശരിയാണ്. റെസിപ്റ്റ് വരുമ്പോൾ അത് എഴുതുന്ന ബുക്കാണ് റെസിപ്റ്റ് ബുക്ക്. ടൈറ്റിൽ ഡീഡാണ് ഇവിടെ ഒരു ബന്ധമല്ലാത്ത ആൻസർ. നോട്ട് എ ഡോക്യുമെൻ്റ് എന്ന ആൻസർ എന്താണ്? ടൈറ്റിൽ ഡീഡാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസ് ഇൻക്ലൂഡ്. ലാബിലിറ്റി വെരിഫിക്കേഷൻ എന്തെല്ലാം ഉണ്ടാവും? കൺഫേമിങ് ബാലൻസ് വിത്ത് ക്രെഡിറ്റേഴ്സ്. നേരത്തെ ഡെപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓരോ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് എത്ര ബാലൻസ് നിങ്ങൾക്ക് എന്താ പറയുക ക്യാഷ് കിട്ടാനുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ ലാബിലിറ്റി സ്ഥാപനത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചെക്കിങ് ലോൺ അഗ്രിമെൻറ്റ്, ഇവരെടുത്ത ലോണും ബന്ധപ്പെട്ട അഗ്രിമെൻറ്റുകൾ, എന്നിട്ടത് ആ ലോൺ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. റിവ്യൂവിങ് അൺപെയ്ഡ് എക്സ്പെൻസ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്താണ്? അത് ലാബിലിറ്റിയാണ്. അപ്പോൾ അത് അങ്ങനത്തത് ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യുക, എത്രയുണ്ട്, അത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് ശരിയായ ആൻസർ. ഇനി 27ാമത്തെ ആൻസർ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഫൗണ്ട് ഡ്യൂറിങ് വൗച്ചിങ് ഷുഡ് ബി. പോസ്റ്റ് ഡേറ്റ് ചെക്ക് എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്ന ഡേറ്റാണ്. ആ ചെക്ക് ഇപ്പോൾ മാറാൻ കഴിയില്ല ബാങ്ക് കൊണ്ടുപോയിട്ട്. അത് വൗച്ചിങ് സമയത്ത് അങ്ങനെ ചെക്ക് കിട്ടിയാൽ, കാരണം കഴിഞ്ഞ ചെക്കല്ല കിട്ടുക, വരാവുന്ന ഡേറ്റിലെ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അത് ഇഗ്നോർ ചെയ്യണം. അതെന്തോ സീരിയസ് ഇഷ്യൂ ആണ്, കാരണം അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി, അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതല്ല. അത് എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കണം. റിപ്പോർട്ടഡ് ടു മാനേജ്മെൻറ്റ്, ഡിസ്ട്രോയിഡും അല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓഡിറ്റിംഗ് എന്ന ഭാഗത്ത് നിന്ന് 7ാമത്തെ ക്ലാസ്സിൽ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന ഭാഗത്തു നിന്ന് വരാവുന്ന ചോദിക്കാവുന്ന ചോദിച്ചുതമായ MCQ ക്വസ്റ്റ്യനുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.